എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്ക ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷൻ ഒരു പക്ഷേ ക്രൂഡ് ഓയിൽ പ്രൈസിലും അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസിലൊക്കെ നമുക്ക് നാളെ കാണാൻ സാധിക്കും. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സംഘർഷങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ വെള്ളിയാഴ്ച വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം അമേരിക്കയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് വെള്ളിയാഴ്ച. വീക്ക് ടു വീക്ക് S&P 500 ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരുന്നത്. മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ മൈക്രോസോഫ്റ്റ്, പാലന്റീറൊക്കെ കഴിഞ്ഞ ആഴ്ച പുതിയ റെക്കോർഡ് ഹൈ ചെയ്തിരുന്നു. റെക്കോർഡ് ക്ലോസിംഗ് തന്നെയാണ് വെള്ളിയാഴ്ചയും നടത്തിയിട്ടുള്ളത്. ഒപ്പം വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ അമേരിക്കൻ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്, പ്രത്യേകിച്ച് ടെക്നോളജി ഡിഫൻസ് സ്റ്റോക്കുകളെ സംബന്ധിച്ച്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡിലാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. $3,369 പെർ ഔൺസിലാണ് സ്പോട്ട് ഗോൾഡ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. അതിന് മുന്നത്തെ ആഴ്ചയിൽ $3,441 പെർ ഔൺസ് ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ ഗോൾഡിൽ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും വരികയാണെങ്കിൽ ഒരു പക്ഷേ ഗോൾഡ് പ്രൈസ് $3,280 പെർ ഔൺസ് വരെയൊക്കെ സ്പോട്ട് ഗോൾഡ് താഴെ വന്നേക്കാം. പക്ഷേ ഇറാൻ അമേരിക്ക ഇഷ്യൂവിൻ്റെ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ ഇഷ്യൂവിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ ഒരു പക്ഷേ നാളെ ഒരു പോസിറ്റീവ് ബയാസാണ് നമ്മൾ ഗോൾഡ് പ്രൈസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിലും ഒരു പോസിറ്റീവ് ബയാസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ അറൗണ്ട് 12% വർധനവ് വന്നിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ എക്കണോമിക്ക് എന്ത് തന്നെയായാലും ഉണ്ടാവും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി ക്രൂഡ് ഓയിലാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വലിയ രീതിയിലൊരു മുന്നേറ്റം വന്നാൽ തീർച്ചയായിട്ടും സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ എക്കണോമിക്കൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് റുപ്പിയുടെ ക്ലോസിങ്ങിൽ കണ്ടത്. ഒരു മൈനർ വീക്ക്നെസ്സോട് കൂടിയാണ് US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇനി നമ്മുടെ എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫോറക്സ് റിസർവ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ടൈം ഹൈ ഫോറക്സ് റിസർവ് ഹിറ്റ് ചെയ്തിരുന്നത് സെപ്റ്റംബർ 2024 $704.8 ബില്യൺ. ജൂൺ 13 അവസാനിച്ച ആഴ്ചയിൽ $698.95 ബില്യൺ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ $5 ബില്യൺ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളും ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. SIP എവരി മന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പൊതുവെ നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വലിയ രീതിയിൽ വർധനവ് വന്നാൽ അതിൻ്റേതായൊരു ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ഓയിൽ ഇന്ത്യ, റിലയൻസ്, ONGC കമ്പനികളെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതേസമയം ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ പെയിൻ സെക്ടർ, അദസീവ് സെക്ടർ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ ടയർ കമ്പനികളെ സംബന്ധിച്ചു ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം RBIയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. പ്രൊജക്ട് ഫിനാൻസ് നോംസ് കഴിഞ്ഞ ആഴ്ചയിൽ RBI വീണ്ടും ലിബറലൈസ് ചെയ്തിരിക്കുകയാണ്. ഇത് ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ബാങ്കുകൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി വെള്ളിയാഴ്ച തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത ദിവസങ്ങളിലും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ബാങ്കിങ് സ്റ്റോക്കുകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബാങ്ക് നിഫ്റ്റി വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ HALന് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഡിഫൻസിൽ നിന്ന് വന്നിട്ടുള്ള വലിയൊരു ഡിസിഷനാണ്. ഇവരോടൊപ്പം കോമ്പീറ്റ് ചെയ്തിരുന്നത് അഡാനിയുടെ ആൽഫ ഡിസൈനും ഭാരത് ഡൈനാമിക്സ്
പ്രൈവറ്റ് ലിമിറ്റഡ് ഒക്കെ ആയിരുന്നു. ഈ രണ്ട് കമ്പനികളെയും പിന്തള്ളിക്കൊണ്ടാണ് HALന് ഈ ടെക്നോളജി ട്രാൻസ്ഫർ ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ന്യൂസാണ് HALനെ സംബന്ധിച്ച്. ഒപ്പം ഭാരത് ഇലക്ട്രോണിക്സിന് 585 കോടി രൂപ ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ധാരാളം ഓർഡർ ഇൻഫ്ലോ ഉള്ളൊരു കമ്പനിയാണ്, ഡിഫൻസ് റിലേറ്റഡ് PSU കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ്. വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. NSEയുടെ IPOനെ കുറിച്ച് സെബി ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് വേറെ ഹർഡിൽസ് ഒന്നും മുന്നിലില്ല, അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് ഏത് നിമിഷവും NSE IPOയ്ക്കുള്ള അപ്രൂവൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഗ്രേ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2400 2450 രൂപ പെർ ഷെയർ ലെവലിലൊക്കെയാണ്. IPO അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു BSEയുടെ PE ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ NSE വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ വലിയൊരു IPOയും കൂടി നമുക്ക് സമീപ ഭാവിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. NSDLൻ്റെ IPO വരുന്നുണ്ട്. ഒപ്പം ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ മെയിൻ ബോർഡിൽ 6 IPOs ആണ്. അതോടൊപ്പം തന്നെ SME സെഗ്മെൻറ്റിൽ 11 IPOs ആണ്. IPOസിൻ്റെ ഒരു പ്രളയമാണ് ഈ ആഴ്ചയിൽ. മേജറായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് IPO എന്ന് പറയുന്നത് HDB ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. 25-ന് ഓപ്പൺ ചെയ്ത് 27-ന് അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻഡോ ഗൾഫ് ക്രോപ്പ് സയൻസ് ലിമിറ്റഡ് നല്ലൊരു IPO ആണ്. 26-ന് ഓപ്പൺ ചെയ്ത് 30-നാണ് അവസാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ ആഴ്ച നല്ല അവസരമാണ്. SMEയിൽ 11 IPOs ഉണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒന്നും തന്നെ ഈ IPOസിൽ കാണുന്നില്ല. ഇനി IPO ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ക്വാളിറ്റിക്ക് അനുസരിച്ചൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും എല്ലാവരുടെയും അറ്റൻഷൻ HDB ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ്. ഇനി നമ്മൾ ബയോടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബയോകോൺ നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ധാരാളം റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് മുമ്പൊക്കെ നൽകിയിട്ടുള്ളൊരു കമ്പനിയാണ്. അവരുടെ QIP 4500 കോടി രൂപ QIP ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 330 രൂപ പെർ ഷെയറാണ്. ഇപ്പോൾ ചൈനയിലുള്ള ഈ രംഗത്തുള്ള ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ വാറിന് ശേഷം വരാൻ പോകുന്ന ഡിമാൻഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബയോകോനെ സംബന്ധിച്ച് ഈ QIP ഫണ്ട് റേസിങ് വളരെ പോസിറ്റീവാണ്. ലോങ് റണ്ണിൽ നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാൻ സാധ്യതയുള്ള ന്യൂസ് ഫ്ലോസും തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സായ് ലൈഫ് സയൻസസ് റീസെൻ്റായിട്ട് IPO വന്നിട്ടുള്ളൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിംഗ് ആയിട്ടൊരു കമ്പനിയാണ്. ലൈഫ് സയൻസ് ബയോടെക് രംഗത്തുള്ള നല്ലൊരു കമ്പനിയാണ്. മ്യൂച്വൽ ഫണ്ട്സ് ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയും കൂടിയാണ് സായ് ലൈഫ് സയൻസസ്. ആക്മെ സോളാർ 250 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റും കൂടി ബാഗ് ചെയ്തിരിക്കുകയാണ് രാജസ്ഥാനിൽ നിന്ന്. ധാരാളം ഓർഡർ ഇൻഫ്ലോ ഉള്ള ഒരു സോളാർ റിന്യൂവബിൾ എനർജി സെക്ടർ കമ്പനിയാണ്. വീണ്ടും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂസ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രത്യേകിച്ച് ലാർജ് ക്യാപ് ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവരുടെ AUMൻ്റെ 30% അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 10 സ്റ്റോക്കുകളിലാണ്. അതായത് ടോപ്പ് 10 സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ്, ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ്, L&T, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, TCS, ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഈ സ്റ്റോക്കുകളാണ് ലാർജ് ക്യാപ്പുകൾ 30% അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അവർ മാർക്കറ്റിൽ എന്ത് വൊളാറ്റിലിറ്റി വന്നു കഴിഞ്ഞാലും NAVനെ കാര്യമായിട്ട് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് അവരുടെ ബ്ലൂ ചിപ്പ് പരിവേഷം വീണ്ടും ഒരു നല്ല രീതിയിൽ ലോങ് ടേമിൽ അപ്രീസിയേഷൻ ലഭിക്കാവുന്ന തരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. അതിനനുസരിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ തക്കതായ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ സംബന്ധിച്ചും RBIയുടെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. പ്രയോറിറ്റി സെക്ടർ സ്പെൻഡിങ് 75% മുമ്പ് ഉണ്ടായിരുന്നത്, അത് 60% ഒരു കുറച്ചിരിക്കുകയാണ്. അപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ന്യൂസാണിത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ നാളെ മുതൽ ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടേക്കാം. പ്രത്യേകിച്ച് ഈസാഫ് സ്മോൾ ഫിനാൻസ് അതുപോലെ തന്നെ മറ്റ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഈ ബാങ്കുകളുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ ഒരു പക്ഷേ ഒരു
പോസിറ്റീവ് റിയാക്ഷൻ നമുക്ക് നാളെ മുതൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഹിൽട്ടൺ മെറ്റൽ ഫോർജിങ്സ് റെയിൽവേയുടെ റൈറ്റ്സിൽ നിന്ന് അവരുടെ ഫോർജിങ് വീലുകൾക്കുള്ള അപ്രൂവലൊക്കെ നേടിയിരിക്കുകയാണ്. ക്വാളിറ്റി കൺട്രോളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ന്യൂസാണ്. ഹിൽട്ടൺ മെറ്റൽ ഫോർജിങ്ങിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഇത് വളരെ ഓൾഡ് കമ്പനിയാണ്. 2007 IPO വന്നിരുന്നത്. 70 രൂപയ്ക്കാണ് 2007 IPO വന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 72-73 ലെവലിലൊക്കെ തന്നെയാണ്. അതിന് മുമ്പ് ഒരു റൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. പക്ഷേ ഈ റെയിൽവേ റിലേറ്റഡ് കമ്പനീനെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ് ലോങ് റണ്ണിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഒരു കണ്ണുവെക്കുന്നത് നന്നായിരിക്കും. ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഹിൽട്ടൺ മെറ്റൽ ഫോർജിങ്സ് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ഒരു ടെക്നോളജി ന്യൂസ്. ചൈന പൊതുവെ ഇന്നോവേറ്ററാണ്. ടെക്നോളജിയിലും ഇന്നോവേറ്ററാണ്. ആർമി പ്രൊഡക്ട്സിലും ഇന്നോവേറ്ററാണ്. AI-യിലും ഇപ്പോൾ ചൈന ഇന്നോവേറ്ററാണ്. ചൈനീസ് മിലിറ്ററി ലാബ് പുതിയൊരു ഡ്രോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റിപ്പോവും. ഒരു കൊതുകിനെ പോലെയുള്ള കൊതുകിൻ്റെ വലിപ്പമുള്ള ഒരു ഡ്രോണാണ് ഇപ്പോൾ ചൈനീസ് മിലിറ്ററി ലാബ് പുറത്തിറക്കിയിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. വലിയ രീതിയിലുള്ള അറ്റാക്കുകളൊക്കെ വരുന്ന സമയങ്ങളിൽ ഒരു പ്രശ്നമില്ലാതെ എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യാൻ രീതിയിലുള്ള ഒരു പുതിയ ഡ്രോണാണ്. മോസ്കിറ്റോ സൈസ്ഡ് ഡ്രോൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. ചൈനയാണ് ഇത്തരത്തിലുള്ള ഇന്നോവേഷൻ നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് നോർവേയാണ് ബ്ലാക്ക് ഹോർണറ്റ് എന്ന് പറയുന്ന ഒരു നമ്മുടെ കൈപ്പത്തീരെ വലിപ്പമുള്ള ഡ്രോണൊക്കെ പുറത്തിറക്കിയിരുന്നു. അവരെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ചൈനീസ് മിലിറ്ററി ലാബ് പുതിയ ഡ്രോൺ കണ്ടുപിടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഇന്നോവേറ്റീവ് ആണ്. അതേസമയം മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ഭയക്കേണ്ട ഒരു കണ്ടുപിടുത്തം കൂടിയാണ്. കാരണം കൊതുകുകളുടെ സൈസിലുള്ള ഈ ഡ്രോണുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സീക്രട്സും ചൈനീസ് ആർമിക്ക് ചോർത്താൻ പറ്റും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസ് നമുക്ക് വീണ്ടും ചൈനീസ് കമ്പനികളിൽ നിന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾറെഡി അവർ ലൈഫ് സയൻസസ് ബയോടെക് രംഗത്തൊക്കെ മറ്റ് മൾട്ടിനാഷണൽ കമ്പനികൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. മറ്റ് രാജ്യങ്ങളിലുള്ള കമ്പനികളും ഇത്തരത്തിലുള്ള ഇന്നോവേഷൻ ശ്രമിക്കുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. എന്നിരുന്നാലും ഈ ന്യൂസ് നിങ്ങളുടെ അറിവിലേക്ക് ആയിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. അതായത് ഒരു കൊതുക് വന്ന് നമ്മുടെ ദേഹത്തിരിക്കുന്ന പോലെ ഒരു ഡ്രോൺ വന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. വളരെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ F&O സെഗ്മെൻറ്റിലത്തെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ആക്ടിവിറ്റീസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25,500 25,600 ലെവലിലേക്കൊക്കെ അടുത്ത ദിവസങ്ങളിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ പോഡ്കാസ്റ്റുകളായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ജൂൺ എൻഡോട് കൂടിയിട്ട് നിഫ്റ്റി 25,600 25,800 ലെവലിലേക്കൊക്കെ ഉയർന്നേക്കാന്നുള്ള കാര്യം. അത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ഇറാൻ അമേരിക്ക ഇഷ്യൂസിൻ്റെ ഒരു ചെറിയ നീജർക്ക് റിയാക്ഷനൊക്കെ നാളെ മോർണിംഗിൽ കണ്ടേക്കാം. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി വീണ്ടും നല്ല മുന്നേറ്റത്തിനുള്ളൊരു പാതയിലാണ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. നമ്മൾ മുമ്പ് പ്രഡിക്റ്റ് ചെയ്ത പോലെ ദീപാവലിക്ക് മുമ്പ് നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണ് F&O സെഗ്മെൻറ്റിൽ റോൾ ഓവറിൽ ജൂലൈ മാസത്തേക്കുള്ള റോൾ ഓവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കാണുന്നത്. ഒപ്പം ബാങ്കിങ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുന്നേറുക, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുന്നേറുക. ഇത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മുമ്പ് ഒരു പക്ഷേ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നു നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി. അത് കേരളത്തിൽ നിന്നുള്ളൊരു NBFC സ്റ്റോക്കാണ്. JMJ ഫിൻടെക് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. ഇത് തൃശ്ശൂരിൽ നിന്നുള്ളൊരു NBFC ആണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 3 തലമുറകളായിട്ട് ഇപ്പോൾ 3ാമത്തെ തലമുറയും കൂടി ഫിനാൻസിൻ്റെ രംഗത്തേക്ക് കടക്കുകയാണ് JMJ ഫിൻടെക്കിൽ. അപ്പോൾ ഒരു ഫാമിലി വളരെ ആക്റ്റീവായിട്ട് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ളൊരു ഫാമിലി റൺ ചെയ്യുന്ന ഒരു NBFC ആണ്. ഈ NBFCയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ 12.8
കോടി രൂപയാണ്, ഫേസ് വാല്യൂ 10 ആണ്. ഈ കമ്പനി റൈറ്റ്സ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2:1 ആണ്. അതായത് ഒരു ഷെയറിന് 2 ഷെയറാണ് റൈറ്റ്സ് ഷെയർ ഓഫർ ചെയ്തിരിക്കുന്നത്. അതും 10 രൂപ 50 പൈസ പെർ ഷെയറാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ, 50 പൈസ മാത്രമാണ് പ്രീമിയം എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കോള് വരുന്നത് 3 രൂപ 15 പൈസയാണ്. സെക്കൻഡ് കോള് വരുന്നത് 7 രൂപ 35 പൈസ. അപ്പോൾ 2 കോളായിട്ടാണ് ഈ IPOയുടെ റൈറ്റ് ഇഷ്യൂ വരുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആണ്. കഴിഞ്ഞ 3 വർഷത്തെ ഈ കമ്പനിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂ 18.46 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 1.78 ആണ്. അതുപോലെ തന്നെ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ 8.41 ആണ്. അപ്പോൾ വളരെ ചെറിയ ക്യാപിറ്റലുള്ളൊരു കമ്പനിയാണ്. 3 വർഷത്തെ പെർഫോമൻസ് വളരെ ഫാബുലസ് പെർഫോമൻസ് ആണ്. ഈ കമ്പനി ഒരു അക്വിസിഷനിൽ കൂടിയാണ് ഈ പ്രൊമോട്ടർ അക്വയർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷമുള്ള പെർഫോമൻസ് ഈ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിനെയാണ് കാണിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ലോങ് ടൈമിലേക്ക് വളരെ ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് കേരളത്തിൽ നിന്നുള്ള ഈ NBFC സ്റ്റോക്ക്. കം റേറ്റ് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ല അപ്രിസിയേഷൻ ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ മറ്റ് NBFCകൾ കേരളത്തിൽ നിന്നുള്ള NBFCകളൊക്കെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ, ഞാൻ 1990 മുതൽ മാർക്കറ്റിലുള്ള ഒരാളാണ്. മണപ്പുറം, മുത്തൂറ്റ് ഈ NBFCകളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനികളും ഇതേ രീതിയിൽ വളരെ സ്മോളായിട്ട് വലിയ രീതിയിലേക്ക് വളർന്നു വന്നിട്ടുള്ള കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ JMJ ഫിൻടെക് ലോങ് റണ്ണിൽ ഇത്തരത്തിലുള്ളൊരു പെർഫോമൻസ്, മണപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ മുത്തൂറ്റ് ടൈപ്പ് ഒരു പെർഫോമൻസ് വളരെ ലോങ് റണ്ണിൽ കാഴ്ചവെക്കാൻ സാധ്യതയുള്ളൊരു സ്മോൾ NBFC കമ്പനിയാണ്. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ എഫിഷ്യൻസി, അതുപോലെ തന്നെ അവരുടെ മോട്ടിവേഷൻ ഫോർ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് വളരെ ഫാബുലസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോങ് റണ്ണിലേക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് JMJ ഫിൻടെക്. അപ്പം ഒരു മൈക്രോ ക്യാപ് കമ്പനിയാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉയരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ റൈറ്റ്സ് ഇഷ്യൂവിന് ശേഷം ഫണ്ടിങ് കോസ്റ്റും കുറയാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പ്രോഫിറ്റബിലിറ്റിയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ലോങ് ടൈം വ്യൂ ഉള്ള ഇൻവെസ്റ്റേഴ്സിന് തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മൈക്രോ ക്യാപ് കമ്പനിയാണ് JMJ ഫിൻടെക്. ഇതൊക്കെയാണ് ഈ ആഴ്ച എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷം തന്നെയാണ് എല്ലാവരുടെയും റഡാറിലുള്ളത്. ആ സംഘർഷം വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൊളാറ്റിലിറ്റിക്ക് ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ടാവാം. അത്തരത്തിലുള്ളൊരു മൈനർ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാവാം. അല്ലാത്ത പക്ഷം നമ്മുടെ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും മുമ്പ് പുതിയ റെക്കോർഡ് ഹൈ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.